പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം. പെരുമ്പാവൂർ പ്രഗതി അക്കാദമിയിൽ മാർച്ച് 24 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. രാഷ്ട്രത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് സമ്മാനിക്കും. അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ്. അദ്ദേഹം അറിയാം, ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാരിയാണ്. 1984 ശൂന്യാകാശത്തിൽ 7 ദിവസം സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹം 8 ദിവസം താമസിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി ചേർത്ത ഒരു മഹാവ്യക്തിത്വം നമ്മുടെ പെരുമ്പാവൂരിൽ വരികയാണ്. അദ്ദേഹത്തിന് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ജി മാധവൻ നായരാണ് സാറാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. അന്നു മുതൽ നിരവധിയായ പദ്ധതികൾ സയൻസ് ഫൗണ്ടേഷൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, VSSFൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ രാഷ്ട്രത്തിന് സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക. 2 വർഷം കൂടുമ്പോൾ അവരെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് 2 വർഷം കൂടുമ്പോഴാണ് ഈ പുരസ്കാരം. ഫസ്റ്റ് പുരസ്കാരം നൽകിയെന്ന് പറയുന്ന ഡോക്ടർ എസ് സോമനാഥ് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ശേഷം അദ്ദേഹത്തിനാണ് 1ാമത്തെ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നൽകിയത്. ഇത് 2ാമത്തെ പുരസ്കാരമാണ്. അതായത് ഈ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആദരണീയനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർകളാണ്. ഈ പരിപാടി 24-ാം തീയതി മാർച്ച് ചൊവ്വാഴ്ച, അതായത് മാർച്ച് 24-ാം തീയതി ചൊവ്വാഴ്ച 11 മണിക്ക് പ്രഗതി അക്കാദമിയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ പ്രഗതി അക്കാദമി ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ VSSFും പ്രഗതിയുമാണ് കേരളത്തിലെ രജിസ്റ്റേർഡ് സ്പേസ് ട്യൂട്ടേഴ്സ് ഓഫ് ISRO സ്ഥാപനങ്ങൾ. 2 സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് VSSFും ഒന്ന് പ്രഗതി അക്കാദമിയുമാണ്. പെരുമ്പാവൂർ പ്രഗതി അക്കാദമിയിൽ മാർച്ച് 24-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ISRO മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ, മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി VP ജോയ്, കൊച്ചി അമൃത ഹോസ്പിറ്റൽ ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, VSSF CEO ഡോക്ടർ ഇന്ദിര രാജൻ എന്നിവരുൾപ്പെട്ട സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ചീഫ് സെക്രട്ടറി കേരള ഗവൺമെൻറ് ശ്രീ VP ജോയ് സാറും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സാറ് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറും മെൻറ്ററും കൂടിയാണ്. സാറ് സയൻസ് ആൻഡ് ആസ്ട്രോഫിസിക്സിൻ്റെ ഒരു മെൻറ്ററാണ്. നാഷണൽ ഇൻറ്റേൺസിന് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ എല്ലാ വർഷവും ഒരു 100 സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അക്രോസ് ദ കൺട്രി ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സയൻസിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു നാഷണൽ മെൻറ്റർ കൂടിയാണ് ജോയ് സർ. അദ്ദേഹം എടുക്കുന്നത് ആസ്ട്രോഫിസിക്സ് ആണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഈവൻ VSSCയിലാണ് ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ. അപ്പോൾ ആ ഒരു ബൂസ്റ്റ് കൊണ്ട് തന്നെയാണ് സർ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ BPCLൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ചാക്കോ സറും is also being part of the whole program. അപ്പോൾ ഈ ഒരു ഹോൾ പ്രോജക്റ്റ് then ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, we are quite familiar. അദ്ദേഹമാണ് ഏഷ്യയിലെ ഫസ്റ്റ് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹെഡ് ആൻഡ് നെക്ക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ഹെഡാണ്. ഹി ഈസ് ദ ഹെഡ് ആൻഡ് പ്രൊഫസർ ആൻഡ് ചെയർമാൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ VSSF മെൻറ്റർ, മെഡിക്കൽ സയൻസിൻ്റെ മെൻറ്ററാണ് അദ്ദേഹം വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ.
So he is also going to be in the program, and the details in വെയിറ്റിലും ഇതിലും ഉണ്ട്. ബട്ട് ബേസിക്കലി ഒബ്ജക്റ്റീവ് ഈ ഒരു വിക്രം സാരാഭായ് സ്കോളർഷിപ്പിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇൻ ആൻഡ് അറൗണ്ടിൽ നിന്ന് കുറച്ച് കുട്ടികളെ സയൻസിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ദേ ഷുഡ് ഓൾസോ ബി ഏബിൾ ടു പ്ലേസ് ദംസെൽഫ്. അതാണ് ഹോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് വിഗ്യാൻ സ്കോളർഷിപ്പ്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് ഈ പുരസ്കാരം. പ്രഥമ പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.